നമസ്കാരം. സുഭാഷിതം. ചക്ഷുഃ പൂതം ന്യസേൽപാദം വസ്ത്രപൂതം ജലം പിബേത് സത്യപൂതാം വദേദ്വാണീം മനഃപൂതം സമാചരേത്. കണ്ണുകൊണ്ട് നല്ല രീതിയിൽ ശരിയായ രീതിയിൽ മാർഗപരിശോധന ചെയ്ത് നടക്കണം. വസ്ത്രം തുണി കൊണ്ട് അരിച്ച് ജലം കുടിക്കണം. സത്യം നിറഞ്ഞ വാക്കുകൾ സംസാരിക്കണം. ശുദ്ധ മനസ്സോടെ ഏത് കാര്യവും ചെയ്യണം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് ശരിയായ രീതിയിൽ മാർഗം തന്നെ വഴി പരിശോധന ചെയ്ത് നടക്കണം. അപ്പം നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കുക. മാർഗം വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ, വഴിയിൽ എന്തെങ്കിലും ദുഷ്ടതകളോ ദുർഘടങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ണുകൊണ്ട് നന്നായി പരിശോധിച്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന വിഷയങ്ങൾ, ജലം കുടിക്കുമ്പോൾ തുണി കൊണ്ട് നന്നായിട്ട് അരിച്ചു കുടിക്കണമെന്ന്. ഇന്നത്തെ കാലത്ത് ഉള്ള വിഷയമല്ല ഇത്, നേരത്തെ ഈ സുഭാഷിതമൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ ജലം കുടിക്കുന്നത് തുണി കൊണ്ട് അരിച്ചൊന്നുമല്ല, കുപ്പിയിൽ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അവിടെയുള്ള വിഷയങ്ങളും പഴയ കാലത്തുണ്ടായിരുന്ന ആ കാലഘട്ടങ്ങളിലുള്ള വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് സുഭാഷിതങ്ങളൊക്കെ പറയാറുള്ളത്. പിന്നെ സത്യം നിറഞ്ഞ വാക്കുകൾ സംസാരിക്കണം. ഇപ്പൊ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ മൊത്തം നല്ല രീതിയിൽ തന്നെ സത്യമടങ്ങിയിരിക്കണം. അസത്യമായ വാക്കുകൾ പറയാൻ പാടില്ല. മറ്റൊരാൾ കേൾക്കുന്നത് സത്യമോ അസത്യമോ എന്നുള്ളതല്ല. നമ്മൾ പറയുമ്പോൾ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറയാൻ നമ്മൾ ശീലിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. പ്രവൃത്തിയിൽ അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. പിന്നെ പറയുന്നത് ശുദ്ധ മനസ്സോടെ ഏത് കാര്യവും ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ഓരോ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് ശുദ്ധമായ മനസ്സോടുകൂടി ഏർപ്പെടുമ്പോൾ ആ പ്രവൃത്തിയിലൊരു ശുദ്ധത ഉണ്ടാകും, അതിലൊരു പരിപൂർണത വരും. അതൊരു പ്രവൃത്തിക്കൊരു എന്താണ് പറയുന്നത്, ഒരു പ്രത്യേക അറിയാമല്ലോ, ഒരു ശുദ്ധ മനസ്സോടുകൂടി ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അത് 100% വിജയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് ശുദ്ധ മനസ്സോടുകൂടി ഏത് കാര്യവും ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും പറ്റിക്കാനോ ആരെങ്കിലും വഞ്ചനയോ ചതിവോ ഒന്നും മനസ്സിലില്ലാതെ ശുദ്ധമായ മനസ്സോട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഇന്നത്തെ സമൂഹം അങ്ങനെയാണോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മളുടെ ചിന്ത. ഇത് സുഭാഷിതങ്ങൾ നമ്മുടെ ഒരു നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. നമസ്തേ.